എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ വീടുകളിൽ തുളസിയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. പലതും നമ്മൾ സ്വയം നട്ട് വളർത്തുന്ന തുളസിയായിരിക്കും, അതല്ലെങ്കിൽ സ്വയമേവ പൊട്ടിമുളക്കുന്ന തുളസിയായിരിക്കും. ഈ തുളസി ഒരു കാരണവശാലും നടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വളരാൻ പാടില്ലാത്ത 2-3 സ്ഥലങ്ങളുണ്ട്. അവിടെ ഏതെങ്കിലും കാരണവശാൽ തുളസി വളർന്നു കഴിഞ്ഞാൽ അത് വളരെയേറെ ദോഷം ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മുടെ കുടുംബത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ദോഷം ചെയ്യും എന്നർത്ഥം. അപ്പോൾ ആ ഭാഗം ഏതാണെന്ന് പറയുക എന്നുള്ളതാണ് ഈ ഒരു പ്രഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില തുളസി എന്ന് പറയുമ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ തുളസി സ്വയമേവ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പൊട്ടിമുളക്കുകയാണെങ്കിൽ അത് സർവ്വ ഐശ്വര്യത്തിന് കാരണമാണ് എന്നാണ് പറയാം. അപ്പോൾ 1-2 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തുളസി വീട്ടിൽ വളർത്താം. കാരണം തുളസി ഒന്നാന്തരം ഔഷധ ഗുണമുള്ള സസ്യം കൂടിയാണ്. നേരത്തെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം കൂടിയുള്ളതാണ്. ആ ഔഷധ ഗുണത്തെക്കുറിച്ചൊന്നും ഞാൻ വിവരിക്കുന്നില്ല. കാരണം എന്താ, അത്രയേറെ ഔഷധ ഗുണമുണ്ട് ഈ തുളസിക്ക്, പറഞ്ഞാൽ ഒടുങ്ങാത്ത അത്രയേറെയുണ്ട്. അപ്പോൾ ആ തുളസിയാണ് നമ്മുടെ വീട്ടിൽ സ്വയമേവ വരുന്നതെങ്കിൽ അത് എന്തോ വളരെ നല്ല ഒരു അന്തരീക്ഷം, നല്ല പോസിറ്റീവ് അന്തരീക്ഷമുള്ള കുടുംബത്തിലാണ് അല്ലെങ്കിൽ ആ വീടാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ഈ തുളസി വളരുകയുള്ളൂ. നെഗറ്റീവ് എനർജി ഉണ്ടോ നിങ്ങളുടെ വീടും വീട് പരിസരത്തുണ്ടെങ്കിൽ നിങ്ങൾ നട്ട് വളർത്തിയാൽ പോലും അത് കരിഞ്ഞു പോകും. അപ്പോൾ എന്ത് വേണം, തുളസി നടുന്ന സമയത്ത് ഒരു തവണ നടുമ്പോൾ തന്നെ അത് കരിഞ്ഞു പോകുകയോ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീട്ടിലെന്തോ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കി അത് പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ ചെയ്യണം. ഇനി ഈ തുളസി എല്ലാവരും പറയുന്നൊരു സ്ഥലമാണ് കന്നിമൂല എന്ന് പറയുന്നത്. കന്നിമൂലക്ക് തുളസി സ്വയമേവ പൊടിച്ചു വന്നാൽ പോലും അത് പിഴുതെടുത്ത് കളയണമെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ചില ആൾക്കാർ, എല്ലാവരും അല്ല. എന്നാൽ നല്ല നല്ല ആചാര്യന്മാരായ ആൾക്കാർ പറയുന്നത് മറ്റൊന്നാണ്. കന്നിമൂലക്ക് നല്ല ഏത് സ്ഥലത്ത് വേണമെങ്കിലും തുളസി നടാമെന്നുള്ളതാണ്. യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. കന്നിമൂലയായാലും വേണ്ടില്ല, വായുമൂലയായാലും വേണ്ടില്ല, ഈശാനമൂലയായാലും വേണ്ടില്ല, അഗ്നിമൂലയായാലും വേണ്ടില്ല, ഏത് മൂലക്കായാലും സൈഡിലായാലും എവിടെയായാലും തുളസി നടാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് ഭാഗത്തായാലും അത് ഗുണമാണ്. പക്ഷേ 2-3 സ്ഥലം ഞാൻ പറയാം എന്താണ് ദോഷമുള്ളതെന്ന്. അപ്പോൾ ഏത് ഭാഗത്തും സ്വയമേവ പൊടിച്ചു വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ നട്ടു വളർത്തിയാലും എന്താണ്, ഈ തുളസിയിൽ തട്ടി വരുന്ന കാറ്റ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന വിധത്തിൽ നട്ടു വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി മറ്റു ഭാഗത്ത് വളർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെ അതിൻ്റെ പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ കാറ്റ് നിറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗന്ധം നിറഞ്ഞു കിടക്കുന്നിടത്ത് പോലും പോസിറ്റീവ് എനർജി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ത് വേണം, നമുക്ക് എവിടെ വേണമെങ്കിലും തുളസി നടാം. അതിനൊന്നും ഒരു ദോഷമില്ല. എന്നാൽ കന്നിമൂലയ്ക്ക് നടാൻ പാടില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ സംഭാഷണം കേൾക്കാനിട വന്നു. എന്താണ് കന്നിമൂലയ്ക്ക് നടാൻ പാടില്ല എന്ന് അവർ പറയാൻ കാരണം എന്ന് നോക്കണം. അവർ പറയുന്നത് ആ ഭാഗം അസുര ദിക്കാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ തുളസി നടാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. എന്ന് ഞാൻ പറയുന്നത്, ഈ കന്നിമൂല എന്ന് പറയുന്നതിന് അസുര ദിക്ക് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ദിക്കല്ല. എല്ലാ ദിക്കിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കന്നിമൂല എന്ന് പറയുമ്പോൾ ഈ കന്നിമൂലക്ക് മറ്റൊരു പേരുണ്ട്, നിരർതി കോണ് എന്നൊരു പേരുണ്ട്. എന്നുവെച്ചാൽ നിരർതി എന്ന് പറഞ്ഞാൽ രക്ഷസ്. ഈ രക്ഷസിൻ്റെ രാജാവിൻ്റെ സ്ഥാനമാണ്. രക്ഷസ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ആളെന്ന അർത്ഥം, അല്ലാതെ ദോഷം ചെയ്യുന്ന ആളല്ല കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രക്ഷസിൻ്റെ സ്ഥാനമാണ് ഈ പറയുന്ന കന്നിമൂല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇപ്പോട്ട് രക്ഷസിന് നെഗറ്റീവ് തന്നെ ആയിക്കോട്ടെ, മോശക്കാരൻ തന്നെ ആയിക്കോട്ടെ, എന്നാലും ദോഷമില്ല. കാരണം എന്താ പറയുക, ആ കന്നിമൂലക്കൊരു പ്രാധാന്യമുണ്ട്. ഈ കന്നിമൂലയിലാണ് ഗണപതി ഭഗവാന്റെ സാന്നിധ്യമുള്ളത്. ഈ കന്നിമൂലക്കുള്ള മുറിയിലാണ് ഗൃഹനാഥൻ കിടക്കേണ്ടത്. അപ്പോൾ കന്നിമൂലക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് നമുക്ക് ഉറപ്പിക്കാലോ. കന്നിമൂല ഗണപതി ഭഗവാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഈ കന്നിമൂലക്കാണ് ഭഗവാന്റെ സാന്നിധ്യമുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് തുളസി വന്നാൽ എന്താ ദോഷം?
അത് ഭഗവാന്റെ മുന്നിൽ പിടിച്ചതാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ആ ഭഗവാന്റെ നല്ലപോലെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അവിടെ സ്വയമേവ പൊടിച്ചു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ വളരുകയില്ല. അതൊരിക്കലും പിഴുതെടുത്ത് കളയരുത്. ചില ആൾക്കാർ പറയുന്നു അതെടുത്ത് കളയണം, അവിടെ പാടില്ല എന്ന്. എന്നാൽ അത് തെറ്റാണ്. അവിടെ 100% നമ്മൾ ഇത്തരത്തിൽ സ്വയമേവ വരികയാണെങ്കിൽ നമ്മൾ അതിനെ പരിപാലിക്കാൻ തയ്യാറാവുക. നട്ടു വളർത്തിയാലും ദോഷമൊന്നുമില്ല. അത് ഭഗവാൻ ഗണപതിയുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമായിട്ടൊരു മൂലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളതിനെ ഒരിക്കലും തള്ളിക്കളയേണ്ടതില്ല. ഇനി ഒരു കാരണവശാലും പാടില്ല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതെന്താണെന്നറിയാം? അത് ഒന്ന്, ഈ അലക്ക് കല്ലുണ്ട്. ഈ അലക്ക് കല്ലിൻ്റെ അരികിൽ നമ്മൾ ഒരിക്കലും തുളസി നടാനേ പാടില്ല. അബദ്ധത്തിലെങ്ങനെ അവിടെ തുളസി പൊടിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളത് പിഴുതെടുത്തിട്ട് മറ്റേതെങ്കിലും ഭാഗത്ത് കൊണ്ടുപോയി നടുന്നതാണ് നല്ലത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പാടില്ല എന്ന് പറയാൻ കാരണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ തുളസി ഇലയ്ക്ക് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ തുളസി ഇലയുടെ മുകളിലൂടെ കാറ്റ്, ഇങ്ങനെ തുളസി ചെടിയുടെ മുകളിലൂടെ കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ഗന്ധം നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ പരക്കുമെന്നും നമ്മൾ പറഞ്ഞു. എന്നാൽ നല്ല മധുരമുള്ള പാൽപ്പായസമാണ്, അതിലൊരു തുള്ളി മണ്ണെണ്ണ വീണാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ ഈ സോപ്പിൻ്റെ അകത്തുള്ള കാരമുണ്ടല്ലോ, ആ കാരത്തോട് കൂടിയത് ഈ തുളസിയുടെ ഇലയുടെ മുകളിലേക്ക് ആ വെള്ളം വീഴുകയാണെങ്കിൽ ഈ തുളസിയുടെ ഗുണം ദോഷമായി തീരും, ഔഷധ ഗുണം വിഷഗുണമായി തീരും എന്നർത്ഥം. എന്ന് വെച്ചാൽ അവിടെ തുളസി നട്ട് കഴിഞ്ഞിട്ട് ഈ സോപ്പും വെള്ളവും മറ്റൊക്കെ മാലിന്യവും കച്ചറയും ഒക്കെ നമ്മൾ തുണി കഴുകുമ്പോൾ ആ അഴുകിയ മറ്റു മോശമായ വെള്ളമാണ്, സോപ്പും വെള്ളമാണ് ഒക്കെ ഇതിൽ പോകുന്നത്. അഴുക്കും ഉണ്ടാവും, സോപ്പിൻ്റെ ഇതും ഉണ്ടാവും. അപ്പോൾ അത് വീഴുന്ന സമയത്ത് ഈ തുളസിയുടെ ഗുണം പ്രതികൂലമായിട്ട് വിഷമായി തീരും. അതുകൊണ്ട് ആ ഗന്ധം നമുക്ക് പാടില്ല. അതിൻ്റെ യഥാർത്ഥ ഗുണം പോലും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നുള്ളത് കൊണ്ടാണ് ഈ അലക്ക് കല്ലിൻ്റെ അടുത്ത് ഒരു കാരണവശാലും ഈ തുളസി പാടില്ല എന്ന് പറയാൻ കാരണം. ഓരോ ആൾക്കാർ കാരണം പറയാറില്ല. അവിടെ പാടില്ല, ഇവിടെ പാടില്ല എന്ന് പറയും. പക്ഷെ എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ തുളസി നടുമ്പോൾ അല്ലെങ്കിൽ അബദ്ധത്തിലെങ്ങനെ അവിടെ തുളസി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പിഴുതെടുത്ത് മാറ്റണം. പിന്നെയുള്ളത്, ഈ തുളസി വളരണമെന്നുണ്ടെങ്കിൽ വെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ ഈ വെള്ളം ഉള്ളിടത്താണ് തുളസി ഉണ്ടാവുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ നിന്നും മറ്റും പുറത്തേക്ക് തള്ളുന്ന വെള്ളമുണ്ടാവും, വേസ്റ്റ് വെള്ളം, പാത്രം കഴുകിയതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശമായിട്ടുള്ള വെള്ളമായിരിക്കുമല്ലോ വെളിയിലേക്ക് പോവുക. അതുപോലെ തന്നെ കുളിമുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം ഉണ്ടാവും. കുളിമുറിയിൽ നിന്നൊക്കെ കുളിച്ചതിന് ശേഷമുള്ള വേസ്റ്റ് വെള്ളം വരുന്നതാവാം. ഇങ്ങനെയുള്ള ആ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തും ഒരു കാരണവശാലും എന്തുണ്ടാകാൻ പാടില്ല? തുളസി ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട് തുളസി ഉണ്ടാകാൻ പാടില്ല? ഈ പറയുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അത്ര നെഗറ്റീവായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ആ നെഗറ്റീവായ എനർജി ആയിട്ടുള്ള ആ സ്ഥാനം, ആ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് പോലും മോശമായ അന്തരീക്ഷമാണ് ഉണ്ടാവുക, നെഗറ്റീവായിട്ടുള്ള അന്തരീക്ഷമാണ് ഉണ്ടാവുക. അപ്പോൾ ആ നെഗറ്റീവായ അന്തരീക്ഷത്തിൽ ഒരു കാരണവശാലും തുളസി നട്ട് കഴിഞ്ഞാൽ ആ തുളസിൻ്റെതായിട്ടുള്ള യഥാർത്ഥ ഗുണങ്ങൾ ഇല്ലാതാകും എന്നർത്ഥം. അതോടൊപ്പം തന്നെയാണ് ഈ സേഫ്റ്റി ടാങ്ക്. ഈ സേഫ്റ്റി ടാങ്കിൻ്റെ പരിസരത്തായാലും ഇതേപോലെ തന്നെയാണ് വരുന്നത്. വേസ്റ്റ് കുഴിയുടെ നമ്മൾ വേസ്റ്റ് കുഴിയൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ അടുത്ത്. കാരണം വെച്ചാൽ തുളസി വെക്കുന്നിടം ശുദ്ധമായ സ്ഥലമായിരിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ അഴുക്ക് വെള്ളവും അതുപോലെ തന്നെ സേഫ്റ്റി ടാങ്കിൻ്റെ പൈപ്പ് പോകുന്ന വഴികളും ഓവുചാലിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ തുളസി നട്ട് കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും. അത് എപ്പോഴും നമ്മൾ ശുദ്ധമായ സ്ഥലത്ത്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തുളസി നടാം, ഏത് ഭാഗത്ത് വേണമെങ്കിലും നടാം, ഒരു ദോഷമില്ല. പക്ഷേ അത് ശുദ്ധമായ സ്ഥലത്ത് നടാൻ വേണ്ടി തീരും. നമ്മൾ ചിന്തിക്കണം. മറ്റെവിടെയെങ്കിലും ഇതായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് പിഴുതെടുത്ത് മാറ്റണം. അങ്ങനെ പിഴുതെടുത്ത് മാറ്റിയില്ല എങ്കിൽ ആ ഗുണകരമായത് വിഷകരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ രോഗദുരിതങ്ങൾ ഉണ്ടാക്കും. മറ്റേതോ ഉള്ള രോഗത്തിനെ നശിപ്പിച്ച് അവിടെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി നല്ല ആരോഗ്യമുള്ള ആൾക്കാരെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ശ്രേഷ്ഠമായ സ്ഥാനത്ത് തുളസി നടുമ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അതോടൊപ്പം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ആവശ്യമുണ്ട് തോന്നുന്നവർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.